നമസ്കാരം. NTVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ പരിഹരിക്കുകയാണ് നമ്മൾ ഈ എക്സ്പേർട്ട് അഡ്വൈസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് തരികയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ കൂടെ നമ്മളുടെ അതിഥിയായി ഇന്ന് നമ്മൾക്ക് അഡ്വൈസ് തരാൻ എത്തിയിരിക്കുന്നത് ശ്രീ ജെയ്സൺ മണ്ഡപത്തിലാണ്. അപ്പോൾ സ്വാഗതം ശ്രീ ജെയ്സൺ മണ്ഡപത്തിൽ. അപ്പോൾ നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണയായി ബിസിനസ്സുമായി ബന്ധപ്പെട്ടല്ലേ ജനറലി നമ്മൾ ഈ പറയുന്നത് പോലെ ടാക്സ് ഓഡിറ്റ് അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സ് ആവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങളിൽ വളരെ പ്രധാനമായി നമ്മളോട് എടുത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ആണ് നമ്മളിന്ന് ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത് അല്ലേ. അതിനെ നമ്മൾ 3 കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്: ടാക്സ്, ഓഡിറ്റ്, ദെൻ കംപ്ലയൻസ് ആയിട്ട്. അതെ. അപ്പോൾ ഇങ്ങനെ ഈ 3 കാറ്റഗറി ആയിട്ടായിരിക്കും ഇന്ന് ജെയ്സൺ നമ്മളോട് സംസാരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ സെഷനിലേക്ക് കടക്കാം അല്ലേ. ഷുവർ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾക്ക് വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സംശയം എന്നുള്ളത്, നമ്മളുടെ കമ്പനിയിൽ ട്രാൻസാക്ഷൻസ് ഫ്രീക്വൻ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഷുവർ. ഇതിപ്പം കോർപ്പറേറ്റ് ടാക്സ് ലോ വന്നതിന് ശേഷം തന്നെ ഇത്രയും മാസം കഴിഞ്ഞിട്ടും ആക്ച്വലി മോർ ദാൻ എ ഇയർ കഴിഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് 2 കൊല്ലം ആവുന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാവർക്കും കുറേ ആൾക്കാർക്കും ഈ പറയുന്നതുപോലെ കുറേ ആൾക്കാർ അവരുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ ഓൺട്രപ്രണേഴ്സിനും വരുന്നൊരു ഡൗട്ട് തന്നെയാണ്. അതായത് അവർക്ക് പല കമ്പനീസ് ഉണ്ടാവാം, അതിൽ ചില കമ്പനീസിൽ അധികം ട്രാൻസാക്ഷൻസ് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും ട്രാൻസാക്ഷൻസ് ഇല്ലാത്തൊരു കമ്പനി ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിയിൽ അവർ ചിലപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. അവിടെ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കംപ്ലയൻസ് ഇഷ്യൂ തന്നെയായി മാറിയിട്ടുണ്ടാവും. കാരണം ഈവൻ ഇഫ് ദർ ഇസ് നോ ട്രാൻസാക്ഷൻ, ആ ഒരു കമ്പനി ടാക്സ് രജിസ്ട്രേഷൻ, അതായത് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതായത് ട്രാൻസാക്ഷൻസ് എന്ത് തന്നെ ആയിരുന്നാലും ഇനി ട്രാൻസാക്ഷൻസ് ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതുമാത്രമല്ല, ട്രാൻസാക്ഷൻസ് ഇല്ലെങ്കിലും എല്ലാ കൊല്ലം ആ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണും ഫയൽ ചെയ്തിരിക്കണം. ഓൺലി തിങ്സ് ഇപ്പം ചില സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓണറുടെ പേരിലുള്ള ചില ബിസിനസ്സസ് ഉണ്ടെങ്കിൽ, ഈ LLC അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റേറ്റസ് ഇല്ലാത്ത ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇളവുണ്ട്. അതായത് ദേ ആർ സെയിങ് ഒരു 1 million dirhams സെയിൽ മിനിമം ഇല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല. അപ്പോൾ ആ ഒരു കാറ്റഗറി ആൾക്കാർക്ക് മാത്രം ഒരു ഇളവ് കിട്ടുന്നു. ബാക്കി ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ, സാധാ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്രീ സോൺ കമ്പനി ആവാം, മെയിൻലാൻഡ് LLC കമ്പനി ആവാം, ഇവർക്കെല്ലാം ഈ പറഞ്ഞൊരു ത്രെഷോൾഡ് ആയിട്ടില്ല. ഇവർ കമ്പനി ഉണ്ടെങ്കിൽ, ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേ ആർ സപ്പോസ് ടു രജിസ്റ്റർ ഫോർ കോർപ്പറേറ്റ് ടാക്സ് നോ മാറ്റർ വാട്ട്. ആൻഡ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം എല്ലാ കൊല്ലം കൃത്യമായിട്ട് അവരുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണും ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ അതായത് എനിക്ക് തോന്നുന്നു ആ കാറ്റഗറി ഒന്നും കൂടി പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ആ ഇളവുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, അതൊന്നും കൂടി പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഷുവർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ് ടൈപ്പ് ഓഫ് ലൈസൻസ് ദാറ്റ് യു വിൽ ഗെറ്റ് ഇസ്, ഇപ്പം ചെറിയൊരു ബിസിനസ് ഓണർ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ LLC സ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ സോൺ സ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ സ്ട്രക്ചർ വാസ് ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ തന്നെ നമുക്കൊരു ലൈസൻസ് എടുക്കാം. അപ്പോൾ ഈ സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിലായിരിക്കും എടുക്കുന്നത്. നമ്മുടെ പേരിലാണ് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ഇതെല്ലാം എടുക്കേണ്ടത്. ബട്ട് ഇവർക്കൊരു ഇളവ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വ്യക്തിയുടെ പേരിലുള്ള ബിസിനസ് ടേൺ ഓവർ, ബിസിനസ് സെയിൽസ്, ഇഫ് ഇറ്റ് ഈസ് ബിലോ 1 million dirhams, ഈ 1 million ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മറിച്ച് ഇവർക്കൊരു LLC കമ്പനി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെയർ അതിനൊരു സെപ്പറേറ്റ് ലീഗൽ സ്റ്റേറ്റസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസാക്ഷൻ ഇല്ലെങ്കിലും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റവന്യൂ അത് 3 million ബിലോ ആണെങ്കിൽ, 3 million ദിർഹത്തിൻ്റെ ബിലോ ആണെങ്കിൽ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ? ഡെഫിനറ്റ്ലി. ഇതും വളരെ ഒരു കോമൺ ചോദ്യം തന്നെയാണ്. കാരണം ഈ പറഞ്ഞൊരു 3 million dirhamsന്റെ പേരിൽ നമ്മുടെ ഫെഡറൽ ടാക്സ് അതോറിറ്റി അവരൊരു സ്മോൾ ബിസിനസ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം ഇറക്കിയിട്ടുണ്ട്. വേർ ദർ സെയിങ് ഒരു കമ്പനിക്ക്, ഒരു ടാക്സബിൾ പേഴ്സണ്, അതിപ്പം ഈ പറഞ്ഞ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആവാം, ഒരു ഫ്രീലാൻസർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാ കമ്പനിയും ആവാം. അപ്പോൾ ഈ ഒരു ടാക്സബിൾ പേഴ്സൺക്ക് 1 കൊല്ലം
അതായത് അവരുടെ ടാക്സ് പീരീഡിൻ്റെ ഉള്ളിൽ അവർക്ക് ഈ പറഞ്ഞ 3 million ദിറംസിൻ്റെ ബിലോ ഉള്ള റവന്യൂ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ദേ ക്യാൻ സെലക്ട് സംതിങ് കോൾഡ് സ്മോൾ ബിസിനസ് റിലീഫ്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യും, ഒരു സിംപ്ലിഫൈഡ് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് പ്രോസസ് ചെയ്താൽ മതി. ആൻഡ് വൺ മോർ ബെനിഫിറ്റ് ഇസ്, നിങ്ങൾക്ക് എന്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും they will not ask you about your profit details. You will have to pay 0% tax. അതായത് ഈ പറഞ്ഞ 2 million ദിറംസ് ആയിരിക്കുള്ളൂ നിങ്ങളുടെ സെയിൽ. പക്ഷേ ഈ 2 millionൽ നിങ്ങൾക്ക് മേ ബി 700,000 ആയിരിക്കാം പ്രോഫിറ്റ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ പറഞ്ഞ സ്മോൾ ബിസിനസ് റിലീഫ് സെലക്ട് ചെയ്താൽ. ബട്ട് മറിച്ചൊരു ഡൗൺ സൈഡും ഉണ്ട്. അതായത് നിങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ഈ കൊല്ലം അധികം സെയിൽസ് ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്കൊരു ലോസ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ വി ഹാവ് ടു പേ ദ ഗവൺമെന്റ്. അപ്പോൾ ലോസ് ഉണ്ടെങ്കിലോ ആർ ദേ ഗോയിങ് ടു പേ us back? They will not pay us back. മറിച്ച് ഈ പറഞ്ഞൊരു ലോസ് എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ടാക്സിൽ നിന്ന് നമുക്ക് ടാക്സിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഈ ഒരു ലോസ് ഐ ക്യാൻ ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയേഴ്സ്. ആൻഡ് അടുത്ത കൊല്ലം എനിക്ക് പ്രോഫിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ആൻഡ് ദെൻ ആ ഒരു അടുത്ത കൊല്ലത്തെ പ്രോഫിറ്റ് കുറച്ചിട്ട് എനിക്ക് ബാക്കി എമൗണ്ടിൽ ഐ ജസ്റ്റ് ഹാവ് ടു കമ്പ്യൂട്ട് മൈ ടാക്സ്. പക്ഷെ ഈ പറഞ്ഞൊരു ടാക്സ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ സ്മോൾ ബിസിനസ് റിലീഫ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഈ ടാക്സ് ലോസ് ക്രെഡിറ്റ് എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ജസ്റ്റ് ബിക്കോസ് യു ഹാവ് ബിലോ 3 million ദിറം സെയിൽ ഡസൻ മീൻ യു ഹാവ് ടു ചൂസ് സ്മോൾ ബിസിനസ് റിലീഫ്. അതായത് അതൊരു ഓപ്ഷനാണ് ഇവർ തന്നേക്കുന്നത്. നിങ്ങൾക്ക് 3 million ബിലോടെ ഉള്ള റവന്യൂ ആണെന്നുണ്ടെങ്കിൽ മറിച്ച് യു ഹാവ് എ ലോസ് ഓൾസോ, യു വിൽ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. അതായത് എനിക്ക് സ്മോൾ ബിസിനസ് റിലീഫ് ചെയ്താൽ ഈ പറഞ്ഞ ടാക്സ് ലോസ് എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല, അത് ലാപ്സ് ആയിപ്പോൾ. മറിച്ച് ഇഫ് ഐ എം ഡൂയിങ് എ ഫുൾ സ്കോപ്പ് ഫയലിംഗ് എനിക്ക് ഈ പറഞ്ഞൊരു ടാക്സ് ലോസ് അടുത്ത കൊല്ലത്തോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അടുത്ത കൊല്ലം മേ ബി 2 years 3 years ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് ഐ ക്യാൻ ക്യാരി ഫോർവേഡ്. എന്നാണാവും എനിക്കൊരു പ്രോഫിറ്റ് വരുന്നത് അതായിട്ട് എനിക്ക് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി ഒരു എമൗണ്ടിൽ മാത്രം ടാക്സ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു ചോദ്യത്തിനുള്ളിൽ 3 million ദിറംസിന്റെ താഴെയുള്ള റവന്യൂക്കുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി രജിസ്റ്റർ ചെയ്യണം. ഈ പറഞ്ഞ എല്ലാ കൊല്ലം ഫയലിംഗും ചെയ്തിരിക്കണം. പക്ഷെ ഫയലിംഗ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ സ്മോൾ ബിസിനസ് റിലീഫ്. അതെടുക്കണോ വേണ്ടയോ എന്ന് കൃത്യമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ചെയ്യാവുന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വന്ന വേറൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്രീ സോൺ കമ്പനി ആണെങ്കിൽ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കേണ്ടതില്ലല്ലോ, അല്ലെങ്കിൽ അടയ്ക്കണമോ എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ അതെനിക്ക് തോന്നുന്നു ഈ ഫ്രീ സോൺ ടാക്സ് കമ്പനീനെ കുറിച്ച് എല്ലാവർക്കും അങ്ങനത്തെ ഒരു കൺസേൺ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്. ഇപ്പം നമ്മുടെ മുന്നത്തുള്ള കുറെ സെഷൻസിലും വി സ്പോക്ക് ക്വൈറ്റ് എ ബിറ്റ് ഡീറ്റെയിൽ ഓൺ ഫ്രീ സോൺ. അപ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞൊരു മിത്ത് ഉണ്ട്. അതായത് ഒരു ഫ്രീ സോൺ കമ്പനി ആണെങ്കിൽ എനിക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ടാക്സ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ അതൊരു മിത്ത് തന്നെയാണ്. എന്ന് വെച്ചാൽ യു ആർ സപ്പോസ് ടു രജിസ്റ്റർ ഫോർ കോർപ്പറേറ്റ് ടാക്സ്. നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് മെയിൻലാൻഡ് ആവാം ഫ്രീ സോൺ ആവാം, ഏത് കമ്പനി ആയാലും ഈ പറഞ്ഞ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. രണ്ടാമത്തത് എല്ലാ കൊല്ലവും ടാക്സ് ഫയലിംഗും ചെയ്തിരിക്കണം. ആൻഡ് ഈ ഫയൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് ആണ്, ഇപ്പം ഒരു ഫ്രീ സോൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ യു സ്റ്റിൽ ഹാവ് ടു ഫയൽ യുവർ കോർപ്പറേറ്റ് ടാക്സ് ആൻഡ് കമ്പ്യൂട്ട് കോർപ്പറേറ്റ് ടാക്സ് ഓൺ ഇറ്റ്. പക്ഷെ ഇവർക്കൊരു ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫ്രീ സോൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദെൻ യു ആർ എലിജിബിൾ ഫോർ 0% കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ അതിനായിട്ട് എല്ലാ കമ്പനിക്കും ഇതും കിട്ടൂല. ഓൺലി സർട്ടൻ ഫ്രീ സോൺ കമ്പനീസ് ഡൂയിങ് സർട്ടൻ ആക്ടിവിറ്റി. അപ്പൊ അതിലുള്ള ചില പ്രോമിനന്റ് ആയുള്ള കണ്ടീഷൻസ് ആണ്. അതായത് മാൻഡേറ്ററി എല്ലാ കൊല്ലം ഓഡിറ്റ് ചെയ്യണം. നിങ്ങൾ ആക്ച്വലി ഒരു ഫുൾ സെറ്റപ്പ്, യു ഷുഡ് ഹാവ് സബ്സ്റ്റൻസ് ഇൻസൈഡ് ദ ഫ്രീ സോൺ. കുറെ പേര് ഒരു ഫ്രീ സോൺ ലൈസൻസ് എടുത്തിട്ട് ഒരു ഫ്ലെക്സി ഡെസ്കിൽ അല്ലെങ്കിൽ ഒരു വെർച്വൽ ഓഫീസായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവാം. ബട്ട് ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ഇനഫ് സബ്സ്റ്റൻസ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡിംഗ് കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എംപ്ലോയീസ് ഇൻ ദി ഫ്രീ സോൺ, യു ഷുഡ് ഹാവ് എക്സ്പെൻഡിച്ചർ ഓർ സബ്സ്റ്റൻസ് ഇൻ ദാറ്റ് ഫ്രീ സോൺ. ലൈക്ക് ആക്ച്വലി നിങ്ങൾ ഫ്രീ സോണിൽ നിന്നാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ആദ്യം നോക്കും. മാൻഡേറ്ററി ഓഡിറ്റ് ഉണ്ടോ എന്ന് നോക്കും. ആൻഡ് ചുമ്മാ എല്ലാ ബിസിനസ്സിനും ഇത് കിട്ടില്ല. അതായത് നിങ്ങളിപ്പം ചില ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അത് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ഡെഫിനറ്റ്ലി. അപ്പോൾ ആ ആക്ടിവിറ്റി ആണോ നിങ്ങൾ ചെയ്യുന്നതും ആ ലിസ്റ്റ് നമ്മൾ നോക്കണം. അപ്പോൾ there are 13 ആക്ടിവിറ്റീസ് വിത്ത് വിച്ച് യു ഹാവ് ടു കമ്പയർ വിത്ത്. അതായത് നിങ്ങളുടെ ബിസിനസ് ഈ പറഞ്ഞൊരു ആക്ടിവിറ്റിയിലാണോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുവാണെങ്കിൽ ഞാനിപ്പം ഒരു റെസ്റ്റോറൻറ്റ് തുറന്നു ഫ്രീ സോണിന്റെ അകത്ത്. ഞാനൊരു ഫ്രീ സോൺ കമ്പനി ആണെങ്കിലും ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ആക്ടിവിറ്റിക്ക് ഈ പറഞ്ഞ 0% ടാക്സ്
കിട്ടൂല. മറിച്ച് ദർ ആർ 13 സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളതാണ് ഈ ഷിപ്പിംഗ് ആക്ടിവിറ്റി, ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി, മാനുഫാക്ചറിങ് ആക്ടിവിറ്റി, ട്രേഡിംഗ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ആണോ നിങ്ങൾ ചെയ്യുന്നത്, അതിന്റെ കണ്ടീഷൻസ്, സബ് കണ്ടീഷൻസ് വീണ്ടും ഉണ്ട്. ആ കണ്ടീഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് വേണം. അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്ന നേരത്ത് യു വിൽ ഹാവ് ടു സേ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഫ്രീ സോൺ കമ്പനി ഫുൾഫില്ലിംഗ് ഓൾ ദീസ് കണ്ടീഷൻസ്, ഐ ആം എലിജിബിൾ ഫോർ 0% ടാക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഫയലിംഗ് കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങളുടെ ഡേറ്റ മൊത്തം അവർക്ക് ഡിക്ലെയർ ചെയ്തിരിക്കണം. പ്രോഫിറ്റ് എത്രയെന്ന് കൃത്യമായിട്ട് പറയണം. ദി ഓൺലി ബെനിഫിറ്റ് ഇസ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഈ പറഞ്ഞ ടാക്സ് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ലായിരിക്കും. അതായത് ഫ്രീ സോൺ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾക്ക് എന്താണ് ടാക്സ് റിട്ടേൺ കിട്ടില്ല. നമുക്ക് ഈ എന്താണ് തന്നിരിക്കുന്ന കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണ് അവർ ഇത്രയും ഒരു ബെനിഫിറ്റ് ഇങ്ങോട്ടേക്ക് തരുവാണെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ കണ്ടീഷൻസ് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പാലിക്കണം. അപ്പൊ അത് പാലിച്ചാലേ മാത്രം ഈ പറഞ്ഞൊരു ഫ്രീ സോൺ കമ്പനിക്ക് ഈ പറഞ്ഞ ടാക്സ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതായത് 0% ടാക്സ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ് ടാക്സ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ എല്ലാ കമ്പനിക്ക് കിട്ടുമോ? ഡെഫിനറ്റ്ലി നോട്ട്. അതൊരു മിത്ത് തന്നെയാണ്. ഓരോ ഫ്രീ സോൺ കമ്പനി അവരുടെ ഇതായ കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ ഒക്കുള്ളൂ. അപ്പൊ കൃത്യമായിട്ടൊരു പ്രൊഫഷണലെ ഏൽപ്പിച്ചിട്ട് ഗെറ്റ് എ തേർഡ് പാർട്ടി ടു ചെക്ക് ഇറ്റ്. കാരണം ഈ ഓരോ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയാൽ ദി എൻറ്റയർ ബെനിഫിറ്റ് ഇസ് ഗോൺ. ആൻഡ് ഇക്കൊല്ലം ആ ഒരു ബെനിഫിറ്റ് ഫെയിൽ ചെയ്താൽ, അതായത് ഈ ഒരു കണ്ടീഷൻ ഫെയിൽ ചെയ്താൽ നിങ്ങൾ ഇക്കൊല്ലം പ്ലസ് അടുത്ത 4 കൊല്ലത്തേക്ക് അതിൽ നിന്ന് ലോക്ക് ഔട്ട് ആയി പോകും. എന്ന് വെച്ചാൽ ഇക്കൊല്ലം പ്ലസ് ദ നെക്സ്റ്റ് 4 years യു വിൽ ഹാവ് ടു പേ ടാക്സ് ഓൺ ദി നോർമൽ 9% റേറ്റ് ഇറ്റ് സെൽഫ്. അതായത് നോർമൽ ടാക്സ് റെജീമിന്റെ റൂൾസ് അനുസരിച്ചിട്ട് കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്കൊന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളൊരു കാര്യം തന്നെയാണല്ലോ. ഫ്രീ സോൺ കമ്പനി ആയതുകൊണ്ട് എന്താണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം എന്ന് പറയുന്നത്. കാരണം യു എയിൽ ഒരു ഫ്രീ സോൺ കൾച്ചർ, ഐ തിങ്ക് യു എ ഈസ് വൺ ഓഫ് ദി നേഷൻ വിത്ത് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഫ്രീ സോൺസ് ആക്ച്വലി എന്ന് പറയാം. അപ്പോൾ ആ ഒരു കോമ്പറ്റേറ്റീവ് ആയ നേച്ചറിൽ എല്ലാവരും പോയി ഫ്രീ സോൺ ലൈസൻസ് എടുക്കുന്നുണ്ട്, തിങ്കിങ് ദേ വിൽ ഗെറ്റ് 0% ടാക്സ് ബെനിഫിറ്റ്. പക്ഷെ അങ്ങനെയല്ല. ഈ എല്ലാം പറഞ്ഞ കണ്ടീഷൻസും കൃത്യമായ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഉണ്ടാവണം എന്നില്ലല്ലോ. പുതിയ തുടക്കമുള്ള ആളുകൾക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ജെയ്സൺ പറഞ്ഞതുപോലെ കുറെ ആളുകൾ പുതുതായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള അതിലോട്ട് ഒരു പോയിന്റ് ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഉള്ള ടൈമിൽ തന്നെ ഈ പറഞ്ഞൊരു അഡ്വൈസ് എടുപ്പിക്കാം. ഗെറ്റ് ആൻ അഡ്വൈസ് ബിഫോർ സെറ്റിംഗ് അപ്പ് യുവർ കമ്പനി ഇറ്റ്സെൽഫ്. അതായത് എൻ്റെ പറഞ്ഞ ഈ ഒരു ആക്ടിവിറ്റി ഞാൻ മെയിൻലാൻഡിൽ ചെയ്താൽ അല്ലെങ്കിൽ ഫ്രീ സോണിൽ ചെയ്താൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഫ്രീ സോണിൽ ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ ഒക്കുവോ? ആണെന്നുണ്ടെങ്കിൽ ഗോ ഹെഡ് ആൻഡ് സ്റ്റാർട്ട് ഇറ്റ് ആൻഡ് ഗെറ്റ് ദാറ്റ് ബെനിഫിറ്റ്. ബ്ലൈൻഡ് ആയിട്ട് പോയി സ്റ്റാർട്ട് ചെയ്താൽ അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് തന്നെ മാറും. അപ്പോൾ സെറ്റപ്പ് ടൈമിൽ തന്നെ ടേക്ക് കെയർ ഓഫ് ദിസ് പോയിന്റ്. അപ്പോൾ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അപ്പം അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് എന്താണ് ടാക്സ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഏതൊക്കെ തരത്തിലുള്ള ആളുകൾക്ക് ടാക്സ് റിട്ടേൺ ചെയ്യാം, ഇപ്പോൾ ഫ്രീ സോൺ കമ്പനി, അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് കിടക്കുകയാണ്, അത് ഓഡിറ്റ് ആണ്. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളൊരു സംശയം എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് മാൻഡേറ്ററി ആണോ എല്ലാ കമ്പനികൾക്കും എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായും ഒരു വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ്. കാരണം എല്ലാ കമ്പനിക്കൊരു ചോദ്യം, ഒരു ഡൗട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് ഇത്. അതായത് എൻ്റെ കമ്പനിക്ക് ഈ പറഞ്ഞ ഓഡിറ്റ് ചെയ്തിരിക്കണോ? അപ്പോൾ അത് ഈ ഒരു ചോദ്യം വരുമ്പോഴത്തേക്കും വി ഹാവ് ടു തിങ്ക് ഫ്രം 2 angles. ഫസ്റ്റ് ആംഗിൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞ ടാക്സ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്യുക. നമ്മുടെ ഒരു കോർപ്പറേറ്റ് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് നമ്മുടെ ഫൈനാൻഷ്യൽ ഡേറ്റ എല്ലാം ഡിക്ലെയർ ചെയ്യണം. ആൻഡ് അതുകൂടാതെ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഈ പറഞ്ഞൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം എനിക്ക് അറ്റാച്ച് ചെയ്തിരിക്കണം. ഞാൻ അതിനിടയ്ക്ക് ഒരു സംശയം ചോദിച്ചിട്ട് പോയിട്ട് ഡീറ്റെയിൽ ആവുന്നുണ്ട്. എല്ലാ കമ്പനികളും ഉദ്ദേശിക്കുന്നത് സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ അങ്ങനെയാണോ? എനി സ്കെയിൽ, അതായത് ഒരു സ്റ്റാർട്ടപ്പ് ആവാം, ഒരു ചെറുകിട ബിസിനസ് ആവാം, ഇറ്റ് ക്യാൻ ബി വെരി മൾട്ടിനാഷണൽ കമ്പനി, ബിഗ് കമ്പനി. ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഊഹം ഉണ്ടാവും, ആ ചെയ്തിരിക്കണം എന്ന് എല്ലാവരും പറയും. പക്ഷെ ആ സെയിം റൂൾ തന്നെയാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ 2 angles ഇറ്റ്സെൽഫ്, കോർപ്പറേറ്റ് ടാക്സ് ഐഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ സെയിങ് എല്ലാവർക്കും
ഒരു മാൻഡേറ്ററി ഓഡിറ്റ് റിപ്പോർട്ട് അവരുടെ ടാക്സ് റിട്ടേണിൽ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റഡ് ദർ സിംഗ് 2 സെറ്റ് ഓഫ് പീപ്പിൾ മാത്രം ചെയ്താൽ മതി. ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ബിസിനസ്സിന്, നിങ്ങളുടെ ഒരു കമ്പനിക്ക് ഇഫ് യു ആർ ഹാവിങ് റവന്യൂ മോർ ദാൻ 50 million dirhams over here. Okay, 50. 50. അതായത് 50 million dirhams or more റവന്യൂ ഉള്ളൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ ടാക്സ് റിട്ടേണിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ യു ഷുഡ് അറ്റാച്ച് യുവർ ഓഡിറ്റഡ് റിപ്പോർട്ട് ആസ് വെൽ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫ്രീ സോൺ ആൾക്കാർ. എല്ലാ ഫ്രീ സോൺ ആൾക്കാരല്ല, ബട്ട് ദീ സെറ്റ് ഓഫ് ഫ്രീ സോൺ പീപ്പിൾ ഹു ഹാസ് ടു ഓർ ഹു വാണ്ട്സ് ടു ക്ലെയിം 0% ടാക്സ്. അതായത് ആ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് അവർക്ക് ഈ 0%ന്റെ ഒരു ബെനിഫിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ ആ സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഈ പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട് മാൻഡേറ്ററി ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാ ഫ്രീ സോൺസ് ഇതിന് വേണ്ടോന്ന് വെച്ചാൽ ഫ്രം കോർപ്പറേറ്റ് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ വേണ്ട. ഈ പറഞ്ഞ ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സൺസ്, അതായത് 0% അവൈൽ ചെയ്യണമെങ്കിൽ ആ ഫ്രീ സോൺ കമ്പനീസിന് അറ്റാച്ച് ചെയ്താൽ മതി. നമ്മൾ ഈ പറഞ്ഞ ഒരു ലിമിറ്റ് ഇസ് ഫോർ കോർപ്പറേറ്റ് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ നമ്മുടെ ഈ കമ്പനീസ് ലോ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും കോർപ്പറേറ്റ് ടാക്സ് സെയിം അറ്റാച്ച് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ മാത്രം പറയുന്നുള്ളൂ. ചെയ്യണോ ചെയ്യണ്ടെന്നല്ല അവർ പറയുന്നത്. ദർ സെയിം അറ്റാച്ച് ചെയ്തിരിക്കണോ വേണ്ടയോ. മറിച്ച് കമ്പനീസ് ലോയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രീ സോണിന്റെ റൂൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട്. നിങ്ങളുടെ മെമ്മറാൻഡം വായിച്ചു നോക്കിയാൽ ദർ സെയിം ഏത് കമ്പനി ആയാലും ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ, ഒരു ത്രഷോൾഡ് ആയിട്ടില്ല. അവർ പറയുന്നു നിങ്ങളൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ എല്ലാ കൊല്ലം ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിരിക്കണം, ആൻഡ് ഓഡിറ്റ് ചെയ്തിരിക്കണം, ആൻഡ് ഈ പറഞ്ഞ അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ദർ ആർ സർട്ടൻ ഫ്രീ സോൺസ്. ഫോർ എക്സാമ്പിൾ DMCC, ജാഫ്സ് ഇവരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കൊല്ലം നിങ്ങളുടെ ലൈസൻസ് റിന്യൂ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. മറിച്ച് ഒരു മെയിൻലാൻഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആരും ആസ് ഓഫ് നൗ ചോദിക്കുന്നില്ല. മറിച്ച് ഇപ്പം നിങ്ങൾക്കൊരു ബാങ്ക് ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുന്നുള്ളൂ. ബട്ട് ദി അതോറിറ്റി ഇറ്റ്സെൽഫ് ഇസ് നോട്ട് ആസ്കിങ് ആസ് ഓഫ് ടുഡേ. അപ്പോൾ നിയമം നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നു എല്ലാ കമ്പനിയും ചെയ്തിരിക്കണം, ചെറുതായാലും വലുതായാലും ഇറ്റ് ഹാസ് ടു ബി ഡൺ. സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കളക്ഷൻ റൈറ്റ് നൗ സർട്ടൻ ഫ്രീ സോൺസ് ആർ ഡൂയിങ്, സർട്ടൻ പേർപ്പസിന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ജനറലി ഒരു ഗവൺമെന്റ് സൈഡിൽ നിന്ന് അത് എടുക്കുന്നില്ല ആസ് ഓഫ് നൗ. പക്ഷെ ഈ പറഞ്ഞ ഒരു കൾച്ചർ ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ. കാരണം ടാക്സും ഇതെല്ലാം വന്ന സ്ഥിതിയിൽ എല്ലാം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുവാണെന്നുണ്ടെങ്കിൽ ഷുഡ് യു പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട് മാൻഡേറ്ററി? 2 സൈഡ് ഉണ്ട്. ആസ് പെർ യുവർ കമ്പനീസ് ലോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഏത് സൈസ് കമ്പനി ആണെങ്കിലും പ്രിപ്പയർ ചെയ്തിരിക്കണം. അതൊരു ട്രാൻസാക്ഷൻ ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിലും പ്രിപ്പയർ ചെയ്തിരിക്കണം. ബട്ട് ഫ്രം എ കോർപ്പറേറ്റ് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ ദേ ആർ സെയിങ് എല്ലാ കമ്പനിക്കും അത് ചെയ്യേണ്ട ആവശ്യമില്ല, അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദേ ആർ സെയിങ് ഈ 50 million ടേൺ ഓവർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ സോൺ കമ്പനി ഹു വാണ്ട്സ് ദാറ്റ് 0% ടാക്സ് ബെനിഫിറ്റ്, ഈ 2 സെറ്റ് ഓഫ് പീപ്പിൾ ആണ് മാൻഡേറ്ററി ആയിട്ട് അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു യെസ് ഓർ നോ എന്ന് പറയാം. ഇസ് ഇറ്റ് മാൻഡേറ്ററി? യെസ് ആസ് പെർ കമ്പനീസ് ലോ, നോ ആസ് പെർ കോർപ്പറേറ്റ് ടാക്സ് ഫോർ സർട്ടൻ പീപ്പിൾ എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ആൻസർ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കമ്പനി ഓൺ ചെയ്യുന്ന ആളാണെങ്കിൽ എൻ്റെ സാലറി എൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കണമോ എന്നുള്ള ആ ഒരു ആംഗിളിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? യെസ്, അത് നല്ല ചോദ്യം തന്നെയാണ്. വീണ്ടും കാരണം ഈ ഒരു ചോദ്യം വരാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ക്ലോസ് ഉണ്ട്. ദേ ആർ സെയിങ് ഈ റിലേറ്റഡ് പാർട്ടി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അതായത് കമ്പനിയുടെ ഓണേഴ്സിന്റെ റിലേറ്റഡ് പാർട്ടീസ് ഓർ ഈ പറഞ്ഞ കീ മാനേജറിയൽ പേഴ്സൺ ലൈക്ക് CEO, CFO ഇവരൊക്കെ ആയിട്ട് ട്രാൻസാക്ഷൻസ് ഉണ്ടോ, ഗ്രൂപ്പ് കമ്പനീസ് ആയിട്ട് ട്രാൻസാക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്റ്റഡ് പേഴ്സൺസ് ആയിട്ട് നിങ്ങൾക്ക് ഈ മാനേജറിയൽ സാലറി, ഇൻസെന്റീവ്, ബോണസ് അലവൻസസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഇതെല്ലാം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് സെപ്പറേറ്റ്ലി മെൻഷൻ ചെയ്തിരിക്കണം. ദിസ് ഈസ് ആസ് പെർ IFRS റൂൾ ആൻഡ് ആസ് പെർ ദ റെലവന്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓവർ ദർ. അതിപ്പോ ഓണർ എടുക്കുന്ന സാലറി ആണെങ്കിലും ഈ പറഞ്ഞ ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിൽ പെടുന്ന ഒരു ട്രാൻസാക്ഷൻ തന്നെയാണത്. അപ്പൊ അത് കാരണം എനിക്ക് ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വിൽ ഹാവ് ടു മെൻഷൻ. ഇത് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്താൽ പോരാ, നമ്മുടെ ടാക്സ് റിട്ടേൺ ഫയലിങ്ങിലോട്ടും വരുമ്പോൾ ഈ പറഞ്ഞ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് തീർച്ചയായിട്ടും ഒന്ന് അസസ് ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങളൊരു കമ്പനി ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയ്ക്കണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു
ചിന്ത വരുന്നത് എൻ്റെ സാലറി അങ്ങ് കൂട്ടി കാണിച്ചാൽ പോരെ. അതെ. കാരണം യു എയിൽ അത് ശരിയാണല്ലോ അല്ലേ? നിലവിൽ ഒരു ഇൻകം ടാക്സ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു സാലറി കൂട്ടി വലിച്ചാൽ പ്രോഫിറ്റ് കുറച്ചാൽ യു ക്യാൻ ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. പക്ഷെ അങ്ങനെയല്ല, ഈ പറഞ്ഞ FT എന്ന് പറഞ്ഞ ഒരു സൈലന്റ് പാർട്ട്ണർ എന്ന് പറയാം നിങ്ങളുടെ കമ്പനിയിൽ. നിങ്ങളുടെ പ്രോഫിറ്റിന്റെ 9% ഓവറിൻ്റെ അബവ് 375 എന്ന രീതിയിലാണ് അവരൊരു സൈലന്റ് പാർട്ട്ണറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരത് സമ്മതിക്കില്ല. വേർ സെയിങ് നിങ്ങൾ ഓണർ ആണെങ്കിലും ഡസൻ മാറ്റർ, നിങ്ങൾ എന്താണ് ആ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ പോകുന്നത്, ഒരു മാർക്കറ്റ് വാല്യൂ എന്തായിരിക്കും, ആ സെയിം എമൗണ്ട് നിങ്ങൾ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തു, ബാക്കി എമൗണ്ട് ഡിസലവ് ചെയ്തിരിക്കണം. റൂൾസ് അത്. അപ്പോൾ കൃത്യമായിട്ടൊരു ലിമിറ്റ് ആയിട്ട് തരുന്നില്ല. വാട്ട് ദേ ആർ സേയിങ് ഇസ്, ഈ പറഞ്ഞ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഒരു മാർക്കറ്റ് വാല്യൂ ബേസിസ് അല്ലെങ്കിൽ ഒരു ആംസ് ലെങ്ത് ബേസിസിൽ ആയിരിക്കണം, ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിസലൗഡ്. അപ്പോൾ എൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ പറഞ്ഞ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഡിക്ലെയർ ചെയ്യണം. ആൻഡ് ദെൻ നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് വരുമ്പോൾ എനിക്ക് ഈ സാധനം അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ദേ വിൽ ഗെറ്റ് ടു നോ എന്താണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്നത് ഈ കൊല്ലം. അപ്പോൾ അതിൽ എന്തെങ്കിലും നോൺ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ നോൺ ആംസ് ലെങ്ത് ബേസിസിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ ടാക്സ് റിട്ടേണിൽ റിഫ്ലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഓണറുടെ സാലറി ആയാലും പറഞ്ഞ ഗ്രൂപ്പ് എൻറ്റിറ്റീസ് ആയിട്ട് പർച്ചേസും സെയിൽ എന്ത് ട്രാൻസാക്ഷൻ ആയാലും ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യും. ഈ സെയിം സാധനം എന്ത് ചെയ്യും, ഗവൺമെന്റ് ഓഫ് ദി ഫെഡറൽ ടാക്സ് അതോറിറ്റി വിൽ ഓൾസോ ഹാവ് ആക്സസ് ടു ദിസ് വെൻ യു ആർ സബ്മിറ്റിംഗ് യുവർ ടാക്സ് റിട്ടേൺ. അപ്പോൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു കംപ്ലയൻസ് സൈഡിലോട്ട് തന്നെയാണ് എല്ലാം നീങ്ങുന്നത്. അപ്പൊ അതിന് ഓണർ ആണോ അല്ലെങ്കിൽ എംപ്ലോയി ആണോ എന്നുള്ള ഇതൊന്നും ഇല്ല എന്നുള്ളത് തന്നെ. ഒരു റിലേറ്റഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കണം. കാരണം അതൊരു ടാക്സിന്റെ ആംഗിൾ നോക്കുമ്പോൾ അത് റിസ്ക്കാ ഫോർ ദി ഫെഡറൽ ടാക്സ് അതോറിറ്റി. കാരണം റിലേറ്റഡ് പാർട്ടി ആയിട്ട് കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് കുറെ പേർക്ക് ചെയ്യാം. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർ തന്നെയാണ് ഇത്. റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ വരുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് മെൻഷൻ ചെയ്യുക, നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണിലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ആഡ് ബാക്ക് ചെയ്യണമെങ്കിൽ അതിലും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതും ഏകദേശം ക്ലിയർ ആയിരിക്കുകയാണല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദുബൈയിൽ എനിക്കൊരു കമ്പനി ഉണ്ട്, അതിന് എനിക്ക് ഇന്ത്യയിലൊരു ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പെൻഡിച്ചറൊക്കെ ഞാൻ കാണിക്കണമോ എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് റിഫ്ലക്ട് ചെയ്യുമോ? അത് ഇതും അത്യാവശ്യം വന്നൊരു ഡൗട്ട് തന്നെയാണ്. നമ്മൾ പല കമ്പനിയും ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വൺ ഓഫ് ദി കോമൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത്. ദർ ആർ സർട്ടൻ കമ്പനീസ് വെയർ UAE ബേസ്ഡ് കമ്പനീസ് ആവാം, പക്ഷെ അവർക്ക് ഇന്ത്യയിലാവാം അല്ലെങ്കിൽ എനി അതർ റീജിയനിലാവാം, എനി അതർ കൺട്രിയിലാവാം ഒരു ബ്രാഞ്ച് ഉണ്ടാവാം, ഒരു ഫോറിൻ ബ്രാഞ്ച് ഉണ്ടാവാം. ഇവർക്ക് ഒരു ഫോറിൻ ബ്രാഞ്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻകം എക്സ്പെൻസസ് നമ്മുടെ IFRS റൂൾസ് പ്രകാരം, അതായത് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം ആ പറഞ്ഞ ബ്രാഞ്ചിന്റെ ഇൻകം എക്സ്പെൻസും ഇതിൽ കാണിക്കേണ്ടതാണ്. നിലവിലിപ്പം എവറി വൺ ഹാസ് എ നോഷൻ ദാറ്റ് എൻ്റെ UAE പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം എക്സ്പെൻസ് കാണിച്ചാൽ പോരെ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്കൊരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ, ബ്രാഞ്ച് ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ ഓൺ കമ്പനി. അപ്പോൾ ആ എക്സ്റ്റൻഷന്റെ ഇൻകം എക്സ്പെൻസ് എല്ലാം അസറ്റ്സും ലയബിലിറ്റീസ് എല്ലാം, അതായത് നമ്മൾ വേറൊരു കമ്പനി ആയിട്ട് തുടങ്ങുവാണെങ്കിൽ കറക്റ്റ് കൃത്യം. അതായത് വേറെ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ സെപ്പറേറ്റ് കമ്പനി, ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണ്ട. പക്ഷേ ബ്രാഞ്ചിൽ ദിസ് ഇഷ്യൂ ഇസ് കമ്മിങ്. കൃത്യം പറഞ്ഞതുപോലെ ഒരു സെപ്പറേറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഹാവ് എൻ ഇഷ്യൂ, അതൊരു സെപ്പറേറ്റ് പേഴ്സൺ വിത്ത് എ സെപ്പറേറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഓൾ ടുഗദർ. പക്ഷേ ഈ പറഞ്ഞ ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ തിരിച്ചെങ്ങോട്ടേക്ക് ആഡ് ബാക്ക് ചെയ്ത് ഒരുമിച്ചായിട്ട് തന്നെ കാണിക്കണം. ബിക്കോസ് ദ ബ്രാഞ്ച് ആൻഡ് ദ പെരന്റ് ആർ വൺ ആൻഡ് ദ സെയിം ഇറ്റ്സെൽഫ്. ആൻഡ് ദെൻ ഇതിലും ഒരു ടാക്സ് ഇമ്പാക്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പം അടുത്തൊരു ചോദ്യം വരുമായിരിക്കും, ഞാനിപ്പം ആ ഇൻകം എക്സ്പെൻസും അവിടുത്തെ പ്രോഫിറ്റ് ഇവിടെ കാണിച്ചാൽ എൻ്റെ ടാക്സ് ഫയലിങ്ങിലും ഇത് കാണിക്കണോ എന്നൊരു ചോദ്യം വരുമായിരിക്കാം. തീർച്ചയായും അതും നമ്മുടെ ടാക്സ് ഫയലിങ്ങിൽ കാണിക്കണം. അപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടിയത് ഈ പറഞ്ഞ ഇൻകം എക്സ്പെൻസ് ഐ വിൽ ഹാവ് ടു ഡിക്ലെയർ ഇറ്റ് ടു ദി ഫെഡറൽ ടാക്സ് അതോറിറ്റി. വീണ്ടും ഒരു ചോദ്യം വരും, അപ്പൊ അവിടെ ഓൾറെഡി ഞാൻ ടാക്സ് കൊടുക്കുന്നില്ലേ, എനിക്ക് ഇവിടെയും ടാക്സ് വരുമോ? അവിടെ ദേ ഹാവ് ഗിവൺ സംതിങ് കോൾഡ് ഡബിൾ ടാക്സ് അവോയ്ഡൻസ് റൂൾസ്. അതായത് നിങ്ങൾ അവിടെ ഓൾറെഡി ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ FTA തരുന്നുണ്ട്. അതായത് ദേ ആർ സെയിങ് അവിടെ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ മിനിമം 9% ടാക്സ് ആ ഇൻകമിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ പ്രോഫിറ്റ് എനിക്ക് എക്സംപ്റ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ആദ്യം കാണിച്ചിട്ട് ആ പറഞ്ഞ എക്സംഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ആ പറഞ്ഞ പ്രോഫിറ്റ് എന്റെ റിട്ടേണിൽ നിന്ന് ഞാൻ ഊരും. ആ ഒരു പ്രോസസ്സിലൂടെ കൂടെ തന്നെ കടന്നു പോകണം. അപ്പോൾ സ്റ്റെപ്പ് 1 ഇസ് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഷോ ബോത്ത് UAE പ്ലസ് ഇന്ത്യ ഇൻ ദിസ് എക്സാമ്പിൾ. എന്നിട്ട് അത് റിട്ടേൺ കാണിച്ചിട്ട് ഈ പറഞ്ഞ ഇന്ത്യയുടെ പോർഷൻ ഐ ക്യാൻ എക്സംപ്റ്റ് ഇറ്റ് ഔട്ട് ദർ.
So such an option is also available and such a reporting is also required. അപ്പോൾ അതാണ് നമുക്കത് ബ്രാഞ്ച് ആയിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അല്ല അത് സോറി ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് അഡ്രസ് ചെയ്യാൻ തന്നെ ചെയ്യാം അല്ലേ. ഓഡിറ്റ് റിപ്പോർട്ട് കാണിക്കുമ്പോൾ അതൊരു കൃത്യമായിട്ടൊരു ടാക്സ് ഇമ്പാക്റ്റും വരുന്നുണ്ട്. പിന്നെ അതിനൊരു ഇളവ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ അതിന് നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ മിനിമം 9% ടാക്സ്, ഇന്ത്യയും വേറെ ഏത് രാജ്യമായാൽ മിനിമം 9% ടാക്സ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ we can exempt that income over there. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു കാറ്റഗറി ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് പോയ ഈ പറയുന്ന പോലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മാൻഡേറ്ററി ആണോ UAE എന്നുള്ള ഒരു കംപ്ലൈൻസ് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എസ്പെഷ്യലി ടാക്സ് ഒക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് അവെയറായി തുടങ്ങി. അതായത് നമുക്ക് പണ്ടത്തെ ഒരു മാനുവൽ ബുക്ക് കീപ്പിംഗ് ടൈപ്പ്, അതായത് എക്സൽ ഷീറ്റ് മാനുവലി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലോട്ട് നീങ്ങാനുള്ള ഒരു കൾച്ചർ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് UAE. അപ്പോൾ ഈ പറഞ്ഞൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ നൺ ഓഫ് ദി അതോറിറ്റീസ് ആർ സെയിങ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ആസ് സച്ച്. ബട്ട് ഈ പറഞ്ഞൊരു ടെക്നോളജി എന്ന് പറഞ്ഞൊരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അഡോപ്റ്റ് ദാറ്റ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു അക്യുറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് an accounting software. മാനുവലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ നാളെ അഥവാ ഒരു ചോദ്യം വന്നാൽ ദേ മൈറ്റ് നോട്ട് റിലൈ ഓൺ ദാറ്റ് ഇൻഫർമേഷൻ. കാരണം നിങ്ങൾക്ക് ടാമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ തന്നെയാണ്. അപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഫ്രം എ ലീഗൽ പെർസ്പെക്റ്റീവ് മാൻഡേറ്ററി എന്ന് അവർ പറയുന്നില്ല. ബട്ട് ദ അതോറിറ്റീസ് ആർ സെയിങ് കൃത്യമായിട്ട് അക്യുറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നൗ ഫ്യൂച്ചറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദി UAE അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും വി ഹാവ് ഇൻവോയ്സിങ് കമ്മിങ് അപ്പ്. അതായത് ഇലക്ട്രോണിക് ഇൻവോയ്സിങ് വിച്ച് നിങ്ങൾ സെയിൽസ് ഇൻവോയ്സ് ഒരു B2B ഇൻവോയ്സ് ഒക്കെ റേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിൽ ഇൻവോയ്സ് റേസ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു കോപ്പി ഗവൺമെന്റിന് പോകും ഡയറക്റ്റ്ലി. സോ നൗ ഈ പറഞ്ഞ മാനുവൽ ഇൻവോയ്സസ് ഓർ അഡ്ജസ്റ്റിംഗ് ഇൻവോയ്സസ്, മേക്കിംഗ് ഫേക്ക് ഇൻവോയ്സസ് വിൽ ബി കൺട്രോൾഡ് ഓവർ ദാറ്റ്. അപ്പോൾ എനിക്ക് ആ ഒരു ഓപ്ഷനിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഐ ഡെഫിനറ്റ്ലി നീഡ് എ സോഫ്റ്റ്വെയർ അറ്റ് ദാറ്റ് പോയിന്റ്. എനിക്ക് എക്സലിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ എ വേ ഈ പറഞ്ഞ മാനുവൽ ബുക്ക് കീപ്പിംഗ് പതിയെ ഒഴിവാവും ആൻഡ് എവരിവൺ വിൽ മൂവ് ഇൻടു എ സോഫ്റ്റ്വെയർ ഫേസ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒന്നും ആർക്കും വേണ്ട എന്നുള്ളതാണല്ലേ. അത് മോർ സേഫും കൂടിയാണ് അല്ലേ. മോർ സേഫും കൂടിയാണ്. അപ്പോൾ ആരെങ്കിലും ഈവൻ ഇഫ് ദേ ആർ യൂസിങ് മാനുവൽ ബുക്ക് കീപ്പിംഗ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ഇറ്റ്. ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ യു നീഡ് ടു ഹാവ് എ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. എല്ലാം നല്ല ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം ഉണ്ട്. സോ ഇറ്റ് ഇസ് ടൈം ടു ഷിഫ്റ്റ് ടു ദാറ്റ്. ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഇപ്പം തന്നെ അഡോപ്റ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം എല്ലാ ഏരിയകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ അല്ലേ അഡ്രസ് ചെയ്ത് പോയി എന്ന് തോന്നുന്നു അല്ലേ. ടാക്സ് ആണെങ്കിലും ഓഡിറ്റ് ആണെങ്കിലും എന്താണ് ഒരു അക്കൗണ്ടിങ് കംപ്ലൈൻസ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിലും വണ്ടർഫുൾ ക്വസ്റ്റ്യൻസ് ആക്ച്വലി. ജനറലി എന്തെങ്കിലും കൂടി ആഡ് ഓൺ ചെയ്യാനുണ്ടോ, നമ്മൾ എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയതായിട്ട്? ഇല്ല. ഒരു ടിപ്പായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇഫ് ഐ ഹാവ് ടു ജനറലൈസ് ദി എൻറ്റയർ തിങ്, ഈ പറഞ്ഞ ടാക്സ്, അക്കൗണ്ട്സ്, ഓഡിറ്റ് ആയാലും എല്ലാം സെപ്പറേറ്റ് കാര്യങ്ങളല്ല, എല്ലാം ഇന്റർ കണക്റ്റഡ് തന്നെയാണ്. നിങ്ങളിപ്പം അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിലോട്ട് വരാൻ പോകുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന സാധനം തന്നെയാണ് നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണിലും ഡിക്ലെയർ ചെയ്യേണ്ടത്. VAT റിട്ടേൺ ഇസ് ഓൾസോ ദർ സെപ്പറേറ്റ്ലി. അപ്പോൾ ഈ പറഞ്ഞ അക്കൗണ്ടിങ് ആസ് എ ബേസ് ആയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആ ബേസ് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്നാലേ ഓൾ ദി അതർ സ്റ്റെപ്സ് വിൽ ബി പ്രോപ്പർ. അപ്പോൾ ആ പറഞ്ഞ കംപ്ലയൻസിന്റെ ഒരു തുടക്കം എന്ന് പറയാം നമ്മുടെ അക്കൗണ്ടിങ് സൈഡ്. അത് കൃത്യമായിട്ടൊന്ന് നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് ബിൽഡ് ചെയ്ത് പോകേണ്ടതാണ്. കൃത്യമായിട്ടും ഓഡിറ്റ് ചെയ്യുക. നിങ്ങൾക്കതൊരു മാൻഡേറ്ററി ആയിട്ട് തോന്നില്ലെങ്കിലും ആസ് പെർ കമ്പനീസ് ലോ മാൻഡേറ്ററി തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ. ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് എ പ്രൊട്ടക്ഷൻ ഫോർ യു. നാളെ ഒരു ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കറക്ഷൻ നടത്തണമെങ്കിൽ യു വിൽ ഗെറ്റ് ഇൻസൈറ്റ്സ് ഫ്രം യുവർ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് അക്കൗണ്ടിങ്, ഓഡിറ്റ് കൃത്യമായിട്ട് ചെയ്യുക, നമ്മുടെ ടാക്സ് കംപ്ലയൻസസ് കൃത്യമായിട്ട് പാലിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുതിയതായിട്ട് എന്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും അല്ലേ, പുതിയ യങ്സ്റ്റേഴ്സ് ഓൺടർപ്രനേഴ്സിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. എന്തായാലും വളരെ കറക്റ്റായിട്ട്, കാരണം അത് ഒട്ടും ചെറിയ കാര്യമല്ലല്ലോ. നമ്മൾ തുടക്കം തൊട്ട് ബേസ് തൊട്ട് നന്നായി പോവുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് ലൈറ്റ് ആയിട്ട് ഒരു സേയിങ് ഉണ്ട്. there's a small saying that നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ആളെ എടുക്കേണ്ടത് ഒരു സെയിൽസോ വേറെ ഒരു എംപ്ലോയി അല്ല, മറിച്ച് ഒരു അക്കൗണ്ടന്റിനെ ആദ്യം ഹയർ ചെയ്തിട്ട് നിങ്ങൾ തുടങ്ങാം. അങ്ങനത്തെ ഒരു കൾച്ചർ ഷുഡ് ബി അഡോപ്റ്റഡ്, നോട്ട് ലിറ്ററലി ബട്ട്
സ്റ്റാർട്ട് അക്കൗണ്ടിങ് റൈറ്റ് വേ. അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ എനിക്ക് തോന്നുന്നു ഈ സെഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുറേ ആളുകൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ കുറേ ആളുകൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്താൽ അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് എന്ത്? ടാക്സ്, ഓഡിറ്റ്, അല്ലേ? ഇത്തരം വിഷയങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളും ഒക്കെ പരിഹരിക്കലാണ് നമ്മളുടെ ഈ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു, ഒരു സെഷനായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള കുറേ ഡൗട്ട്സ് ആണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും അത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലേ ആശങ്കകളോ ഒക്കെയുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളോട് ഇനിയും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമ്മളുടെ എക്സ്പേർട്ട് നിങ്ങൾക്ക് അതിനുള്ള അഡ്വൈസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ശ്രീ ജെയ്സൺ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതിനേക്കാൾ മോർ അഡ്വൈസുമായിട്ട് വാല്യുബിൾ അഡ്വൈസുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും എത്തുന്നതായിരിക്കും.